ദേവി കൂടെ ഉള്ളവന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി. അമ്മമാരുടെ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇനി എന്നാണ് എനിക്കൊരു കല്യാണം? ഒരു ഭാര്യയും ഒരു കുട്ടി, എന്താ പറയുക, ഇരട്ടപ്പഴം മേടിച്ച് തന്നതായേ. അതിൻ്റെയെങ്കിലും ഒരു മെച്ചം ഉണ്ടാകണേ. ഇന്ന് പോയി കാണുന്ന ജോത്സ്യനെങ്കിലും എൻ്റെ അടുത്ത് നല്ലത് പറയണമേ. ഇത് ഈ കുമ്പിട്ട് വന്നുണ്ട്, പക്ഷേ ഈ നടുവിന് പിടുത്തം തുടങ്ങിയിട്ട് കുരുങ്ങ ചിലപ്പോൾ നിവരാൻ പറ്റില്ല. ഒന്ന് കൂടെ ഉണ്ടാകും. ഇത് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേതായി. ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കി ദൈവത്തിന് 25 പൈസ കൊണ്ട് അല്ലെങ്കിൽ 5000 രൂപ കൊടുത്തൊരു പൂജ നടത്തി ഇണക്കിയെടുത്ത് കളയാമെന്ന് ആലോചിക്കുന്ന അത്രയും അസംബന്ധം പിടിച്ച ഒരു ആലോചന ലോകത്തുണ്ടുള്ളൂ. എന്നിട്ട് അതിനെ ഇണക്കാൻ വേണ്ടി പാലും പഴവും കൊടുക്കാമെന്ന് നേദ്യം കൊടുക്കാണെന്ന് കാണിക്കുന്നത്. ഇത് ഏത് മാന്ത്രികനായാലും ഇത് കേൾക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ കേട്ട ഈ പിള്ളേർ വഴിതെറ്റുന്നത്. ഇതിൻ്റെയൊക്കെ ഇവര് യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് എന്തെങ്കിലും കാണാകുണ പറയുന്ന പോലല്ല. ദൈവകോപം വരുത്തി വെക്കരുത്, മനസ്സിലായോ? അണ്ണൻ്റെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകും. അമ്മയുടെ വാക്കും കേട്ട് ഇമാതിരി പരിപാടിക്കൊന്നും ഇറങ്ങി അണ്ണന് പെണ്ണൊന്നും കിട്ടത്തില്ല. നീ ആ നാക്കും വെച്ചൊന്നും മിണ്ടാതിരിക്കടാ. അണ്ണൻ ഏത് കാലത്ത് ജീവിക്കുന്നത്? എടാ, നമ്മുടെ ഈ കാലത്തിന് കണക്ക് നീ വിട്. കൊച്ചച്ഛൻ, അമ്മാവൻ, അച്ഛൻ, അപ്പൂപ്പൻ, ഇത്രയും പേരൊക്കെ ആ ജോലിസിനെ പെണ്ണൊപ്പിച്ചു കൊടുത്തേക്കണേ. അപ്പൊ അതിൽ ബ്രോക്കറാണ്. എടാ, നീ ചിലക്കാതിരിക്കുക. എങ്ങോട്ടാ? ജോലിയെ കാണാൻ പോവാ. പെണ്ണ് കാണാൻ തന്നെ നിൽക്കുന്നു. പുള്ളി വരെ പെണ്ണ് കെട്ടിട്ട് ഇവിടെ ഇരിക്കും. ശരി ഓക്കെ ഞാൻ വിളിച്ചോളാം കേട്ടോ. ഒരു മിനിറ്റ് ഓടിരിക്കട്ടെ. രാജേഷ് അല്ലേ? ഓ രാജേഷ് അല്ലേ? ഓ രാജേഷ് അല്ല, ഈ രാജേഷ്. ഈശ്വരി മാറ്റിയിട്ട് ഇതിനകത്തൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ മൊത്തം പ്രശ്നം. ഈശ്വരിക്കാതോ? ഞാൻ വിഷ്ണു, ഈ വിഷ്ണു. തനിക്ക് ഉടനെയൊന്നും മംഗല്യയോഗം ഞാൻ കാണുന്നില്ല. മാർഗദോഷവും കുലവിവാഹ ദോഷവുമാണ് ഇതിനകത്തുള്ളത്. കൊലയല്ല, കുലവിവാഹ ദോഷം. ഇനി ഇത് ധിക്കരിച്ച് നീ കല്യാണം നടത്താൻ നിന്റെ പ്ലാനിങ് നിന്റെ അച്ഛനാണ് ദോഷം. പിന്നെ ഇവനുണ്ടല്ലോ, ഇവന്റെ ജാതകം കിടുക്കൻ ജാതകം. ഇവനെ ഇപ്പം കെട്ടിച്ചാൽ നിങ്ങൾക്ക് രാജയോഗമാണ്. സ്വാമി, എൻ്റെ പൊന്നു സ്വാമി, ഇത് ഈ ഷൂ എടുത്ത് ഇപ്പുറത്ത് വരയ്ക്കുക, ഷാ എടുത്ത് അപ്പുറത്ത് വരയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ചിലപ്പോൾ ഈ കണക്ഷൻ വിട്ടുപോയതോ നിങ്ങൾ എഴുതി തെറ്റിപ്പോയതോ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും കല്യാണം എനിക്ക് ഉണ്ടെന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. സ്വാമി, എന്തെങ്കിലും ചെയ്താണ് ഒന്ന് തിരികെ കയറ്റാൻ പറ്റുമോ സ്വാമി? എടാ, തിരികെ കയറ്റി ഞാൻ ഇവിടെ സർക്കാർ ജോലിയാണ് ഉണ്ടാക്കുന്നത്. നിനക്ക് എനിക്ക് തോന്നുന്നു 72ാമത്തെ വയസ്സിൽ നിനക്ക് സന്താനമല്ല മാനയോഗം തന്നെ നീ ജീവിച്ചിരുന്നെങ്കിൽ. 72 കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ സ്വാമി? ഉപ്പിലിട്ട് വെക്കാനോ? ഉപ്പിലിട്ട കാര്യം പറഞ്ഞു. പക്ഷേ ഉപ്പിലിട്ട ആകെയുണ്ടോ? എന്നാ കഞ്ഞി എടുക്കാം. നിന്റെ കാര്യം നടക്കില്ല, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. മരുതമലേ മാമണിയേ